ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക നിയമനങ്ങളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലെ അംഗൻവാടിയിലും ആരോഗ്യ വകുപ്പിന് കീഴിലും ജില്ലാ പഞ്ചായത്തിന് കീഴിലും മറ്റു സർക്കാർ സ്ഥാപനങ്ങളിലുമായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കൊല്ലം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഓച്ചിറ ICDS പരിധിയിലുള്ള കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. അപേക്ഷാ ഫോമിന്റെ മാതൃക ഓച്ചിറ ICDS ഓഫീസ്, കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. മുമ്പ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് ഒക്ടോബർ 21 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്തിൽ പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിലെ നിയമനത്തിന് പട്ടികജാതി വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കൊമേഴ്സിൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാല ബിരുദവും ഒപ്പം 1 വർഷത്തിൽ കുറയാതെയുള്ള അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 18 രാവിലെ 11 മണിക്ക് നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേരേണ്ടതാണ്. പ്രായപരിധി 2023 ജനുവരി 1 18 33 മധ്യയായിരിക്കണം. അടുത്തത് മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ECG ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. VHSC അല്ലെങ്കിൽ +2 ECG ഓഡിയോമെട്രിക് ടെക്നീഷ്യൻ കോഴ്സാണ്. ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഫാർമസിയും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ഫാർമസിസ്റ്റിന് വേണ്ട യോഗ്യത. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 17 രാവിലെ 11 മണിക്ക് മുമ്പായി ആശുപത്രി ഓഫീസിൽ അസൽ രേഖകളുമായി അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് എറണാകുളം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഉണ്ണിക്കുരുമുത്തം പദ്ധതിയുടെ ഭാഗമായി 12 വയസ്സിൽ താഴെയുള്ള പട്ടികവർഗ കുട്ടികളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കും ഹെൽത്ത് കാർഡ് നൽകുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നതിനും ജനറൽ നഴ്സിംഗ്, BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കുട്ടമ്പുഴ, വേങ്ങൂർ, എടക്കാട്ടുവയൽ പഞ്ചായത്തുകളിൽ സ്ഥിര താമസമുള്ളതും 20-40 മധ്യ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഒക്ടോബർ 16 മുൻപ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, മിനി സിവിൽ സ്റ്റേഷൻ, മുടവൂർ PO, മൂവാറ്റുപുഴ 686669 എന്ന വിലാസത്തിൽ ഹാജരാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് കണ്ണൂർ ജില്ലയിൽ മലബാർ ക്യാൻസർ സെന്ററിലെ ക്യാൻറ്റീനിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ പാചകക്കാരനെ നിയമിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഒക്ടോബർ 16 രാവിലെ 10 മണിക്ക് MCC ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ രേഖകൾ സഹിതം ഹാജരാവുക. അപേക്ഷ ഫീസ് 100 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പേരാമ്പ്ര ഗവൺമെൻറ് ITIയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാം അസിസ്റ്റന്റ് ട്രേഡിലെ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. ഒക്ടോബർ 17 രാവിലെ 11 മണിക്കാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ക്വാളിഫിക്കേഷൻ വരുന്നത് ബന്ധപ്പെട്ട ട്രേഡിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ITIയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകളും അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ 2 പകർപ്പുകളും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ കുടുംബശ്രീയിൽ MEC മൈക്രോ എൻ്റർപ്രൈസസ് കൺസൾട്ടന്റ് സംവിധാനം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സുൽത്താൻ ബത്തേരി ബ്ലോക്കിൽ MECമാരെ നിയമിക്കുന്നുണ്ട്. 25-നും 45-നും ഇടയിൽ പ്രായമുള്ള +2 കുറയാത്ത വിദ്യാഭ്യാസ യോഗ്യതയും മാർക്കറ്റിംഗിൽ താല്പര്യമുള്ളവരുമായ കുടുംബശ്രീ അംഗം, കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി അംഗങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകർ സുൽത്താൻ ബത്തേരി ബ്ലോക്കിൽ താമസിക്കുന്നവരായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, കുടുംബശ്രീ അംഗം, കുടുംബാംഗം, ഓക്സിലറി അംഗമാണെന്ന് തെളിയിക്കുന്ന CDS സാക്ഷ്യപത്രം എന്നിവ സഹിതം ഒക്ടോബർ 17 കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അടുത്തത് ആരോഗ്യ കേരളം വയനാടിന് കീഴിൽ RBSK നഴ്സുമാരെ നിയമിക്കുന്നുണ്ട്. സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കോഴ്സ് കഴിഞ്ഞവരും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ ഒക്ടോബർ 19 വൈകിട്ട് 4 മണി വരെ കൈനാട്ടിയിലെ ആരോഗ്യ കേരളം ജില്ലാ ഓഫീസിൽ സ്വീകരിക്കുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, പുരുഷ അറ്റൻഡന്റ് തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ 18 രാവിലെ 10 മണി മുതൽ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ, വോട്ടർ ID എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.